ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കുറച്ചായിട്ട് വീഡിയോ ഒന്നും ചെയ്യാനിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പറ്റിയത്, എന്താണ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് ചോദിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്കും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അഥവാ ഹസ്ബൻഡിന് 3 മക്കൾക്കും കോവിഡ് പോസിറ്റീവാണ്. ഇപ്പം ഞങ്ങൾ ക്വാറന്റൈനിലാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. വീഡിയോ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് ഇപ്പം ഞങ്ങളെല്ലാവരും ഓക്കെ ആയിട്ട് വരുന്നു. പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയുക, എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റെമഡീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആദ്യമേ ഞാൻ പറയട്ടെ, പലർക്കും പല ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. ഞാൻ എൻ്റെ ഒരു കേസ് മാത്രം, എൻ്റെ അനുഭവം മാത്രമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറയാം. ആദ്യം ലക്ഷണങ്ങൾ കാണിച്ചത് എനിക്കായിരുന്നു. ഒരു ദിവസത്തെ ഒരു പനി, അത് ഞാൻ പാരസെറ്റമോൾ കഴിച്ച സമയത്ത് ആ പനി പോവുകയും ചെയ്തു. പക്ഷേ ഒരു ആഴ്ചയോളം അതിനെ തുടർന്നുള്ള ക്ഷീണവും ഭയങ്കര ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. പനി വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ ഫുഡിൻ്റെ സ്മെല്ലോ രുചിയോ ഒന്നും അറിയാതെയായി. അതൊരു 8-10 ദിവസം എടുത്തിട്ടാണ് എനിക്ക് റെഡിയായത്. എനിക്ക് പനി വന്നിട്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിനും വന്നു. ഒരു ദിവസത്തെ പനിയും അതേ തുടർന്നുണ്ടായിരുന്ന ബോഡി പെയിനും. ഞങ്ങൾക്ക് 2 പേർക്കും പനി വന്നതുകൊണ്ടാണ് ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ടെസ്റ്റ് ചെയ്തത് രാവിലെ ആയിരുന്നു. രാത്രി ആയപ്പോഴേക്കും ഞങ്ങളുടെ മൊബൈലിലെ ആപ്പിൽ കളർ മാറി, റെഡ് കളറായിട്ട് മാറി. ഇൻഫെക്റ്റഡ് ആണെങ്കിലാണ് റെഡ് കളറാവുക. ഇങ്ങനെ റെഡ് കളർ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. മക്കൾ ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് അവരുടെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അവർ മക്കളുടെ സാമ്പിൾ എടുത്തു. പിറ്റേ ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് വരികയാണ് ചെയ്തത്. 3 പേർക്കും പോസിറ്റീവായിപ്പോയി, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പം എല്ലാവരും ഓക്കെയാണ്. പിന്നെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള സിംറ്റംസും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മൂത്ത ആൾക്ക് ഒരു ദിവസം രാത്രി ഒരു പനി ഉണ്ടായിരുന്നു. അതൊരു പാരസെറ്റമോൾ കഴിച്ചപ്പോഴേക്കും അത് പോയി. പിന്നെ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇത് വരാനുള്ള സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എനിക്കാണ് ഫസ്റ്റ് കാണിച്ചതെങ്കിലും ഞങ്ങളൊരു 2-3 ആഴ്ചയായിട്ട് പുറത്തിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 50% അറ്റൻഡൻസ് വേണം. അതുകൊണ്ട് തന്നെ മക്കൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹസ്ബൻഡും ഓഫീസിൽ പോകണം. അപ്പോൾ ഇത് ഏത് വഴിക്കാണ് കിട്ടിയതെന്നുള്ളത് അറിയില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ള, കോവിഡ് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഒരേപോലെ തന്നെ ആവണമെന്നില്ല, സിമ്പിളായിട്ട് വന്നു പോകണമെന്നില്ല. പലർക്കും അറിയാവുന്നതുപോലെ കോവിഡ് വന്നിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടുള്ള ആളുകളും നമ്മളെ വിട്ട് പിരിഞ്ഞവരൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ലക്ഷണം നമുക്ക് കാണുകയാണെങ്കിൽ, എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോവിഡ് ആയിട്ടുള്ള ആളുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് സ്വയം ക്വാറന്റൈനിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഴ്സ് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് പോസിറ്റീവാണെന്ന് അറിഞ്ഞത്. അല്ലെങ്കിൽ ഒരു സാധാരണ പനി പോലെ അതങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇതൊരു 14 days നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് വേറൊരാൾക്ക് കൊടുക്കാൻ ഈ ഒരു ടൈം മാത്രം മതി. ഇനി ഈ സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ക്വാറന്റൈന്. ചുരുങ്ങിയത് ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക, അതും ചൂടുവെള്ളം തന്നെ കുടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുക്ക് കാപ്പി കുടിക്കുക. പിന്നെ ഞാനിവിടെ ചുക്ക് കാപ്പി ഉണ്ടാക്കിയത് വീട്ടിൽ തന്നെയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. ഇടയ്ക്ക് ആവി പിടിക്കുക. പിന്നെ ഓറഞ്ച്, നെല്ലിക്ക പോലെയുള്ള പുളിയുള്ള സാധനങ്ങൾ കഴിക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഡോക്ടർ കാണിച്ച സമയത്ത് ആകെ കിട്ടിയത് പാരസെറ്റമോളാണ്. ഇപ്പോൾ ഫീവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുക. ഫസ്റ്റത്തെ ദിവസം നല്ല ഹൈ ഫീവറായിട്ടാണ് വരിക. അതൊരു 1-2 ദിവസം കൊണ്ട് തന്നെ കുറയാറാണ്. പിന്നെ പറഞ്ഞല്ലോ, മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ ഭക്ഷണത്തിനുള്ള രുചിയോ മണോ ഒന്നും അറിയില്ല. അതൊരു 8 to 10 days കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡിന് ഇപ്പോഴും ഒന്നും ഓക്കെ ആയിട്ടില്ല. ഒരു 10 days ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സാധനമൊക്കെ വാങ്ങിച്ചതെന്ന് ചോദിച്ചിരുന്നു. വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ആയതുകൊണ്ട് ഞങ്ങൾ ലുലുവിൽ നിന്ന് ഒരു 14 daysനുള്ള സാധനങ്ങൾ ഞങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോൾ ഫിഷും ചിക്കനും എല്ലാ സാധനങ്ങളും
അവരെത്തിച്ചു തന്നിരുന്നു. നമ്മളിപ്പോൾ ഇന്നാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസത്തേക്കായിരിക്കും കൊണ്ടുവരിക. ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഞങ്ങളുടെ കേസ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ആയത്. ഇപ്പോൾ വല്ലാത്ത സീരിയസ് കേസൊക്കെ ആണെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈനും ഉണ്ട്. നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി, മെഡിക്കൽ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള, കോവിഡ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി ഞാൻ ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാം. 1 കപ്പ് ചുക്ക് കാപ്പിക്കുള്ള അളവാണ് ഇവിടെ പറയുന്നത്, അഥവാ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പീസ് പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചതുക്കിയെടുക്കുകയാണ്. അല്ലാതെ ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചതുക്കിയെടുത്താൽ മതി. ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 375 ml ആണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചതുക്കി വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൽ എരിവ് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് മധുരത്തിന് കണക്കാക്കിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു കപ്പായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുപ്പത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഡെയിലി 1 കപ്പെങ്കിലും കുടിക്കുക. ഒരു അസുഖവും ഇല്ലെങ്കിലും ആവി പിടിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. എന്തൊരു അസുഖം വരുന്നതിന് മുമ്പും അത് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വരാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.